ഉഴുന്നുവട കഴിക്കാൻ തോന്നിയ ഉഴുന്നില്ലാതെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ, 1/2 കപ്പ് അവിൽ പൊടിച്ചത് റവയിൽ ആഡ് ചെയ്യാം. 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം ഈ മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞത്, കുരുമുളക് ക്രഷ് ചെയ്ത് 1/2 ടീസ്പൂൺ, 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ തന്നെ പരത്തി നടുക്ക് ഹോളിട്ട് കൊടുക്കാം. അധികം വറ്റല്ലാത്തതുകൊണ്ട് ഉഴുന്നുവട പരത്തുന്നതിനേക്കാൾ ഈസിയാവും കേട്ടോ. പരത്തിയതിന് ശേഷം ചൂടായ ഓയിൽ ഇട്ട് കൊടുക്കുക. 2 ഭാഗവും മൊരിഞ്ഞതിന് ശേഷം ഓയിലിൽ നിന്ന് മാറ്റാം. അങ്ങനെ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളി സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഉഴുന്നുവട ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി സാമ്പാർ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇനി കറി ഇല്ലെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്.